ഉറക്കം നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ എന്നുള്ളതല്ല, എല്ലാ ജീവജാലങ്ങളെയും സംബന്ധിച്ച് ഉറക്കം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ്. ശരിയായ ഉറക്കമുണ്ടെങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് സാധിക്കൂ എന്നുള്ളത് നിങ്ങൾക്കറിയാം. അത് വിദ്യാർത്ഥികളായിക്കോട്ടെ, വീട്ടമ്മമാരായിക്കോട്ടെ, കർമ്മനിരതരായിട്ടുള്ള മറ്റ് ജോലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, എല്ലാ ആളുകളുടെയും ബുദ്ധിയും ശരീരവും ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഉറക്കം വളരെ ശക്തമായി തന്നെ, വളരെ നല്ല രീതിയിൽ തന്നെ ഉറങ്ങാനായിട്ട് സാധിക്കണം. ഉറക്കക്കുറവ് നമ്മുടെ ശരീരത്തിനെ പലതരത്തിൽ ബാധിക്കാറുണ്ട്. ഉറക്കക്കുറവ് കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. മാനസിക പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും നമുക്ക് സൃഷ്ടിക്കപ്പെടാറുണ്ട്. ദഹന പ്രക്രിയകളെ ഇത് വളരെ മോശകരമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യമുള്ള ഒന്നാണ്. അതായത് നമുക്ക് സുഖമായി ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമുക്ക് കിടക്കുമ്പോൾ ഉടനെ ഉറങ്ങാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഉദ്ദേശിക്കുന്ന സമയത്ത് ഊർജ്ജസ്വലമായി എഴുന്നേക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും ഭാഗ്യവാനാണ്, ഒപ്പം തന്നെ ആരോഗ്യവാനുമാണ്. ഇനി ഉറക്കത്തെ ബാധിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നോക്കാം. മാന്യ പ്രേക്ഷകർക്ക് ശാക്തേയ മാന്ത്രിക പീഠത്തിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ ഉറക്കത്തെക്കുറിച്ച് എന്തിനാ പറയണേന്നല്ലേ? ഉറക്കം നമ്മുടെ ശരീരത്തിന്റെ ഊർജ്ജനിലയെ ബാധിക്കുന്നുണ്ട്. ഉറങ്ങണ സമയത്താണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതും നമ്മൾ ഒരു ഊർജ സന്തുലനീകരണം സംഭവിക്കുന്നതും നമ്മൾക്ക് നഷ്ടപ്പെട്ട ഊർജത്തിന്റെ തിരിച്ചെടുപ്പ് ഒക്കെ നടക്കുന്നത് ഈ ഉറങ്ങുന്ന സമയത്താണ്. നമ്മുടെ കോശത്തിന്റെ പരിവർത്തനങ്ങളും കോശത്തിന്റെ വിഭജനങ്ങളും വർധനവുകളും ഒക്കെ നടക്കുന്നതും ആന്തരികമായും മാനസികമായും ഒരുപാട് നല്ല ഊർജ സൃഷ്ടിയുടെ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് എല്ലാം ഉറങ്ങുമ്പോഴാണ് എന്ന് നമുക്കറിയാം. മാനസികമായി നമ്മൾ നിശ്ചലമായ ഒരു അവസ്ഥയിൽ ഇന്ദ്രിയങ്ങളൊക്കെ എല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ സങ്കോചിച്ചുകൊണ്ട് ഇന്ദ്രിയത്തിന്റെ പ്രവർത്തനങ്ങൾ നിശേഷമായി നിർത്തിക്കൊണ്ട് നമ്മുടെ മനസ്സിന് വളരെ സുഖകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനും പിറ്റേ ദിവസം നമുക്ക് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കുന്നത് ഈ ഉറക്കത്തിൽ നിന്ന് ആണ് എന്നറിയാം നമുക്ക്. അപ്പോൾ ഈ ഉറക്കം പല ആളുകൾക്കും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ ഉറക്കത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം നമ്മുടെ വീടിന്റെ ഉള്ളിലെ നമ്മൾ കിടക്കുന്ന സ്ഥലത്തെ ഊർജ്ജനിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് അതിനുള്ള കാരണം എന്നല്ലേ? പണ്ടുകൊണ്ട് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ എങ്ങനെ ഉറങ്ങണം, എങ്ങോട്ട് തലവെച്ചുറങ്ങണം എന്നൊക്കെ പറയാറുണ്ട്. അതുതന്നെയാണ് ഞാനും ഇവിടെ പറയുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ കിടപ്പുമുറി, കട്ടില് നിങ്ങൾ വടക്കോട്ട് തലവെച്ച് കിടക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കത്തെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. അതായത് ശരീരത്തിന്റെ ഊർജ്ജനിലയും ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായി ഒരേ ഭാവത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഊർജത്തിന്റെ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കും. ഊർജ നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും, അതായത് നിങ്ങൾ വളരെ സ്ട്രെസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാനസിക സംഘർഷങ്ങളുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള പ്രഷർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന തരത്തിലുള്ള ജോലി എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എങ്ങോട്ട് തലവെച്ച് കിടന്നുറങ്ങാം എന്ന് പരിശോധിച്ചാൽ അതിന് നിങ്ങൾക്ക് നല്ല സ്ഥലം തെക്കോട്ട് തലവെച്ച് കിടന്നുറങ്ങുക എന്നുള്ളതാണ്. കാരണം തെക്കോട്ട് തലവെച്ച് കിടന്നുറങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ഭൂമിയുടെ വടക്ക് ധ്രുവത്തിൽ നിന്ന് ഓപ്പോസിറ്റായി നമ്മൾ തലവെക്കുമ്പോൾ നമ്മൾക്ക് ഊർജത്തിന്റെ പ്രവാഹം കൂടുകയും ഊർജത്തിന് നഷ്ടം കുറയുകയും ചെയ്യും. നിങ്ങൾക്ക് മാനസികമായ പിരിമുറുക്കങ്ങളില്ലാതെ എഴുന്നേക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മമേഖലയിൽ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാക്കാനും ഇതുമൂലം സാധിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തലവെച്ച് കിടക്കേണ്ടത് തെക്കു ഭാഗത്തേക്കാണ്. ഇനി അതാ നിങ്ങൾ വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കുന്ന ആളാണ്, അറിവ് സമ്പാദിക്കുന്ന ആളുകളും ഏതെങ്കിലും തരത്തിൽ ജീവിതത്തെ ഉയർന്ന തരത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന ആൾ, അതായത് പ്രവർത്തിക്കുകയല്ല, നിങ്ങൾ പഠിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ അറിവ് സമ്പാദിക്കുന്ന ഒരു മേഖലയിൽപ്പെടുന്ന ആളാണ്, ആത്മീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അധ്യാപകനാണ്, പത്രപ്രവർത്തകനാണ്, വക്കീലാണ്, അല്ലെങ്കിൽ അതുപോലെ നിങ്ങളുടെ അറിവുകൾ ഒരുപാട് ഉപയോഗിക്കേണ്ടതുള്ള കായികമായതിനേക്കാൾ ഉപരി മാനസികവുമായും വൈജ്ഞാനികവുമായിട്ടുള്ള ഒരു ഊർജ്ജമാണ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും തലവെച്ച് കിടക്കേണ്ടത് കിഴക്ക് ഭാഗത്തേക്കാണ്. കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ തരത്തിലുള്ള ഊർജ്ജങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് സത്യം. ഇനി മറ്റൊരു കാര്യം, ഈ വീടിൻ്റെ നമ്മൾ കിടപ്പുമുറിയുടെ ആ ബീമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചോട്ടിൽ കട്ടിലിട്ട് നിങ്ങൾ കിടക്കാതിരിക്കുക എന്ന് പറയുന്നത് മറ്റൊരു സംഗതിയാണ്. ഇനി വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഡോറിനോട്, വാതിലിനോട് ചേർത്ത്, അല്ലെങ്കിൽ വാതിലിൻ്റെ നേരെ ആയിരിക്കരുത് നിങ്ങളുടെ കാല്. അങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഊർജ്ജനഷ്ടം വളരെ കൂടുതലായിട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കിടപ്പുമുറിയിൽ വളരെ നല്ല നിറങ്ങൾ
ഉള്ള ആ പെയിന്റുകളാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ, ചായങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. നിങ്ങളുടെ ആ കിടക്ക വിരി എപ്പോഴും ഡാർക്ക് കളറാകാം, നല്ലതാണ്. എന്നാൽ നിങ്ങളുടെ തലയണ വെള്ള നിറത്തിലോ അല്ലെങ്കിൽ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള നിറമുള്ള തുണി കൊണ്ടുള്ള തലയണകളാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഈ തരത്തിൽ നിങ്ങളുടെ ഒരു ബെഡ്റൂമിൻ്റെ അവസ്ഥ നിങ്ങൾ സംജാതം സൃഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉറക്കവും രാവിലെ നിങ്ങളുടെ ഉണർവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സന്തോഷപൂർവ്വം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നമസ്തേ.